ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നെങ്കിലും കർശനമാക്കിയിട്ടില്ലെന്നതാണ് നിലവിലുള്ള സംഭവങ്ങളിലൂടെ വ്യക്തമാവുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ തടയാനുള്ള ഈ നിയമം കൂടുതൽ കർശനമാക്കുമെന്ന് ഈ ദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. നിയമം വേണ്ടതുപോലെ പഠിക്കാത്തതും നിയമത്തിൽ വേണ്ടതിലധികം പഴുതുകളുള്ളതുമാണ് പീഡനക്കേസുകളിലെ പ്രതികൾ രക്ഷപ്പെടാൻ കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. 1 കോടി രൂപ ചിലവിൽ ഫറൂഖ് താലൂക്ക് ആശുപത്രിക്ക് OP ബ്ലോക്ക് നിർമ്മിക്കുന്നു. MLA എളമരം കരീം ശിലാസ്ഥാപനം നിർവഹിച്ചു. നായാടി വിഭാഗത്തെ പട്ടിക വിഭാഗത്തിൽ നിന്നും പുറത്താക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് കേരള പട്ടികജാതി വർഗ ഐക്യവേദി ക്രിത്താഡ്സ് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. നിയമം വേണ്ടതുപോലെ പഠിക്കാത്തതും നിയമത്തിൽ വേണ്ടതിലധികം പഴുതുകൾ ഉള്ളതുമാണ് പുരുഷന്മാർ പീഡനക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച സ്ത്രീധന ഗാർഹിക പീഡന നിരോധന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീധനം വാങ്ങുന്ന സമ്പ്രദായം ഇല്ലാതാക്കുന്നതിനായി സംസ്ഥാനത്ത് സ്ത്രീധന നിരോധന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ള മൌലികാവകാശങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും കുടുംബങ്ങൾക്കുള്ളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും വേണ്ടി ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമം 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുകയും ചെയ്തു. ഈ നിയമങ്ങൾക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി നവംബർ 26-ന് സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന നിരോധന ദിനവുമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് സ്ത്രീധന ഗാർഹിക പീഡന നിരോധന ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിയമം വേണ്ടതുപോലെ പഠിക്കാത്തതും നിയമങ്ങളിൽ വേണ്ടതുപോലെ പഴുതുള്ളതുമാണ് പീഡന കേസുകളിൽ പുരുഷന്മാർ രക്ഷപ്പെടാൻ കാരണമെന്ന് അവർ പറഞ്ഞു. നിയമത്തെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധവുമാണ്. ആ നിയമം നമുക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത്. ഈ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഇങ്ങനെ ഒരു ഓർമ്മിപ്പിക്കൽ അത് മാത്രം മതിയാവില്ല. ഒരുപാട് നിയമങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പക്ഷെ അതെല്ലാം തന്നെ പാലിക്കപ്പെട്ടാൽ ആ നിയമം പോലെ നടപ്പിലാക്കിയ ഇത്രയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ, ലീഗൽ സർവീസസ് അതോറിറ്റി സബ് ജഡ്ജ് RL ബൈജു, പ്രൊബേഷൻ ഓഫീസർ അഷ്റഫ് കാവിൽ, സെബാസ്റ്റ്യൻ, ഡോക്ടർ ലിൻസി എന്നിവർ സംസാരിച്ചു. ഗാർഹിക പീഡന നിരോധന നിയമം എന്ന വിഷയത്തിൽ ലീഗൽ സർവീസസ് അതോറിറ്റി സബ് ജഡ്ജി RL ബൈജു, സ്ത്രീധന നിരോധന നിയമം എന്ന വിഷയത്തിൽ പുനർജനി വിമൻസ് ലോയേഴ്സ് ഫോറത്തിലെ അഡ്വക്കേറ്റ് സീനത്ത് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നൂറ്റാണ്ടുകളായി പട്ടിക വിഭാഗക്കാരുടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നായാടി വിഭാഗത്തെ പട്ടിക വിഭാഗത്തിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കത്തിനെതിരെ കേരള പട്ടികജാതി വർഗ ഐക്യവേദി ക്രിത്താഡ്സ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന രക്ഷാധികാരി പ്രഭാകരൻ നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ മൈലോം വില്ലേജിലാണ് 400ഓളം നായാടി കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത്. ഇതിനെതിരെയാണ് കേരള പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി പട്ടിക വിഭാഗക്കാരുടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നായാടി വിഭാഗത്തെ പട്ടിക വിഭാഗത്തിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കേരള പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി പ്രഭാകരൻ നാറാത്ത് പറഞ്ഞു. കോഴിക്കോട് ചേവായൂരിലുള്ള ക്രിത്താഡ്സ് ക്യാമ്പസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് CK അർജുനൻ അധ്യക്ഷനായിരുന്നു. ശശി മംഗലത്ത്, കരവന ജയചന്ദ്രൻ, നെട്ടയം ദിവാകരൻ, P ഗോവിന്ദൻ, വിജയൻ ചോലക്കൽ, വേലായുധൻ പറമ്പിക്കുളം, ബാലൻ ചാലിൽ, K ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാതയോരത്തു നിന്ന് കുട്ടിക്കൊമ്പൻ റോഡിലിറങ്ങി കുസൃതി തുടങ്ങിയതോടെ കുട്ട മാനന്തവാടി റൂട്ടിൽ ഗതാഗതം നിലച്ചു. അല്പനേരം റോഡിലെ ആനക്കളിക്ക് ശേഷം തിരിച്ച് കാട്ടിലേക്ക് നീങ്ങി.
യാത്രക്കാരിൽ ചിലർക്ക് മൊബൈൽ ഫോട്ടോ എടുക്കാനുള്ള അവസരവും നൽകിയിരുന്നു. കാട്ടിലേക്ക് കയറി പുല്ല് തിന്നുന്നതുവരെ പോസ്റ്റ് ചെയ്താണ് ആശാൻ യാത്രയായത്. മാനന്തവാടി കുട്ട റൂട്ടിൽ തിരുനെല്ലി കാട്ടിക്കുളം മേഖലയിൽ ഇപ്പോൾ പതിവായി കാട്ടാനകൾ ഇറങ്ങാൻ ആരംഭിച്ചു. ഉപദ്രവകാരികളല്ലെങ്കിലും യാത്രക്കാരുടെ ഉപദ്രവം ഭയന്ന് ഇവർ റോഡരികിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വാഹനങ്ങളെയും യാത്രക്കാരെയും വട്ടം കറക്കി നടുറോഡിൽ കാട്ടുകൊമ്പന്റെ കുസൃതി അരങ്ങേറി. ആശങ്കകൾക്കൊപ്പം കൗതുകവും ജനത്തിന് സമ്മാനിച്ച നിമിഷങ്ങളായിരുന്നു പിന്നീട്. മാനന്തവാടി കുട്ട ദേശീയപാതയിൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ നായക്കട്ടി പാലത്തിന് സമീപമായിരുന്നു ആന ഇറങ്ങിയത്. കാട്ടിൽ നിന്ന് പൊടുന്നനെയായിരുന്നു ലക്ഷണമൊത്ത കൊമ്പന്റെ വരവ്. വാഹനങ്ങളെ ഏറെ നേരം വട്ടം ചുറ്റിച്ച് കൊമ്പൻ റോഡിൽ തന്നെ നിലയുറപ്പിച്ചു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. യാത്രക്കാർ പരിഭ്രമിച്ച് വാഹനങ്ങൾ നിർത്തി. പ്രശ്നക്കാരനല്ലെന്ന് തെളിയിച്ച് കൊമ്പൻ വീണ്ടും ശാന്തനായി. അരമണിക്കൂറിന് ശേഷം കൊമ്പൻ കാട്ടിലേക്ക് മടങ്ങി. മടക്കയാത്രയ്ക്കിടെ മൊബൈൽ ഫോണിൽ തന്റെ ചിത്രം പകർത്താനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ഇതിനായി പുല്ല് തിന്നും കൊമ്പുകളൊടിച്ചും പോസ്റ്റ് ചെയ്തു. എളമരം കരീം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിർമ്മിക്കുന്ന ഫറോക്ക് താലൂക്ക് ആശുപത്രി OP ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം എളമരം കരീം MLA നിർവഹിച്ചു. 1 കോടി ചിലവഴിച്ചാണ് OP ബ്ലോക്ക് നിർമ്മിക്കുന്നത്. ബേപ്പൂർ നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഫറോക്ക് താലൂക്ക് ആശുപത്രി OP ബ്ലോക്കിനു വേണ്ടി കെട്ടിടം നിർമ്മിക്കാനായി 1 കോടി രൂപ അനുവദിച്ചു. താലൂക്ക് ആശുപത്രി OP ബ്ലോക്ക് കെട്ടിട ശിലാസ്ഥാപനം എളമരം കരീം MLA നിർവഹിച്ചു. നമുക്ക് IP ബ്ലോക്ക് പതുക്കെ ആരംഭിക്കാൻ സാധിക്കും. അപ്പം 1-2 ദിവസം ഒബ്സർവേഷനിലൊക്കെ കിടക്കേണ്ട ആളുകൾക്ക് സൗകര്യം. കൂടുതൽ ചികിത്സ വേണ്ടതാണെങ്കിൽ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ആവാം. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടേക്കാട്ട് അധ്യക്ഷം വഹിച്ചു. ഫറോക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മോളി വാസുദേവൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോകുൽദാസ്, ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസകോയ, മുൻ MLA VKC മുഹമ്മദ് കോയ എന്നിവർ മുഖ്യാതിഥികളെ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി V അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരണ നീക്കം പിൻവലിക്കുക. VFA മാർക്ക് 15%, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് 10% പ്രൊമോഷൻ കോട്ട അനുവദിക്കുക. കാഷ്വൽ സ്വീപ്പർമാരെ പാർട്ട് ടൈം സ്വീപ്പർമാരായി നിയമിക്കുക. ആശ്രിത നിയമനം തീരുമാനം പുനഃപരിശോധിക്കുക. ശമ്പള പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തുക. പെൻഷൻ പ്രായം 60 ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ കലക്ടറേറ്റിന് മുൻപിൽ കൂട്ട ധർണ സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷൻ നിയമിച്ചിട്ട് വർഷം 1 കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി ശമ്പളം പരിഷ്കരിക്കാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്നും പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത സംഘടനാ സംസ്ഥാന സെക്രട്ടറി V അബൂബക്കർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KP അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK കൃഷ്ണൻ നമ്പൂതിരി, ജില്ലാ സെക്രട്ടറി R പ്രശാന്ത്, സംസ്ഥാന പ്രസിഡന്റ് KR രവീന്ദ്രൻ, P വേണുഗോപാലൻ, PA സലാം, നാരായണൻ നമ്പൂതിരി, K നൌഫൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന് ഇനി 10 പ്രത്യേകതകളുണ്ട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് ടൺ ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യ പട്ടിന് ഇനി 10ൽ 10 പൊരുത്തം. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്.
ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി ലൈഫ് കെയർ സെന്ററിലെ ഫാർമസിസ്റ്റ് സലീഷ് കുമാറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രജീഷ്, സോമൻ എന്നിവരെയാണ് കൊയിലാണ്ടി CI R ഹരിദാസും സംഘവും അറസ്റ്റ് ചെയ്തത്. നെല്ലിയാടി പാലത്തിൽ വെച്ച് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7:30 മേപ്പയൂർ കോളേരിത്തിറമ്മൽ വീട്ടിൽ സലീഷ് കുമാറാണ് ആക്രമിക്കപ്പെട്ടത്. പെരുവട്ടൂർ കണ്ടൻചാത്തനാരി താഴേക്കുനി വീട്ടിൽ പ്രജീഷ്, കീഴൂർ നമ്പ്രത്തുകുളങ്ങര കുന്നോത്തുമുക്കിന് സമീപം തോട്ടാങ്കുഴി വീട്ടിൽ സോമൻ എന്നിവരെയാണ് CI R ഹരിദാസും സംഘവും അറസ്റ്റ് ചെയ്തത്. സലീഷ് കുമാറിനെ വധിക്കാൻ കൊട്ടേഷൻ നൽകിയ ഊരുളൂർ ചെമ്പോട്ട് വീട്ടിൽ ശൈലേഷിനെ പോലീസ് തിരയുകയാണ്. ഇയാൾ ഒളിവിലാണ്. മുൻ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ശൈലേഷിന്റെ ഭാര്യ വീട് സലീഷിന്റെ വീടിന് സമീപമാണ്. ദിവസങ്ങൾക്ക് മുൻപ് ശൈലേഷും സുഹൃത്തുക്കളും മദ്യലഹരിയിൽ ഭാര്യ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സലീഷും അയൽവീട്ടുകാരും ഇതിൽ ഇടപെട്ടു. തുടർന്ന് ഉന്തും തള്ളും നടന്നു. നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മേപ്പയൂർ പോലീസ് സ്ഥലത്തെത്തി ശൈലേഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതിൽ പ്രതികാരം തീർക്കാനാണ് ആക്രമണം. നെല്ലിയാടി പാലത്തിനടുത്ത് വെച്ച് സലീഷിന്റെ സ്കൂട്ടർ തടഞ്ഞ് ഹെൽമറ്റ് ബലമായി ഊരിമാറ്റി വടിവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടി. തുടർന്ന് ഇരുമ്പ് പൈപ്പ് കൊണ്ടും തലയ്ക്കും കഴുത്തിനും ആഞ്ഞടിക്കുകയും ചെയ്തു. ഇടത് കൈകൊണ്ട് വെട്ടി തടയാൻ ശ്രമിച്ചപ്പോൾ മോതിരവിരൽ അറ്റുതൂങ്ങി. വാഹനങ്ങൾ വരുന്നത് കണ്ടപ്പോൾ അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി ലൈഫ് കെയർ സെന്ററിലെ ഫാർമസിസ്റ്റാണ് സലീഷ് കുമാർ. കാലിക്കറ്റ് പ്രസ് ക്ലബ് മീഡിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. രാജൻ ചെറുകാട്, TB പ്രസാദ്, സെർജി ആന്റണി, TK സനീഷ്, ജോസുകുട്ടി പനിക്കൽ എന്നിവർക്കാണ് അവാർഡുകൾ. ഡിസംബർ 2-ാം വാരത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ വാർഷിക മീഡിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ജനറൽ റിപ്പോർട്ടിംഗിനുള്ള KC മാധവക്കുറുപ്പ് അവാർഡ് മാതൃഭൂമി പാലക്കാട് യൂണിറ്റിലെ ചീഫ് സബ് എഡിറ്റർ രാജൻ ചെറുകാടിനാണ്. മികച്ച ടെലിവിഷൻ ന്യൂസ് സ്റ്റോറിക്കുള്ള P ഉണ്ണികൃഷ്ണൻ പുരസ്കാരത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം സീനിയർ റിപ്പോർട്ടർ TV പ്രസാദ് അർഹനായി. മികച്ച മുഖപ്രസംഗത്തിനുള്ള തിരുവത്ത് രാമൻ പുരസ്കാരം ദീപികയ്ക്കാണ്. 2013 ഏപ്രിൽ 22 ദീപിക ദിനപത്രത്തിൽ അസിസ്റ്റന്റ് എഡിറ്റർ സെർജി ആന്റണി എഴുതിയ മുഖപ്രസംഗത്തിനാണ് അവാർഡ്. കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ നൽകുന്ന മുഷ്താഖ് സ്പോർട്സ് TV ജേർണലിസം അവാർഡുകളിൽ റിപ്പോർട്ടിംഗിന് കോഴിക്കോട് മനോരമ ന്യൂസിലെ TK സനീഷും, ഫോട്ടോഗ്രാഫിക്കുള്ള പുരസ്കാരത്തിന് മലയാള മനോരമയിലെ കൊച്ചി യൂണിറ്റിലെ ചീഫ് ഫോട്ടോഗ്രാഫർ ജോസ്കുട്ടി പനക്കിലും അർഹരായി. അവാർഡുകൾ ഡിസംബർ 2-ാം വാരത്തിൽ വിതരണം ചെയ്യുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്രയുമാണ് 5 അവാർഡുകൾ. എല്ലാം 10,000 രൂപയാണ്. അടുത്ത മാസം അവാർഡ് വിതരണം ഇവിടെ വെച്ച് തന്നെ നടക്കും. സെക്രട്ടറി AV ഷെറിൻ, വൈസ് പ്രസിഡന്റ് MP രാമചന്ദ്രൻ, ട്രഷറർ JS ഷനിൽ, ജോയിന്റ് സെക്രട്ടറി TK ബാലനാരായണൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബസ് യാത്രക്കാരന്റെ പണമടങ്ങിയ പേഴ്സ് മോഷ്ടിക്കുകയും അതിലെ ATM കാർഡ് ഉപയോഗിച്ച് 1.5 ലക്ഷത്തോളം രൂപ കവരുകയും ചെയ്ത രണ്ടുപേരെ ഫറോക്ക് പോലീസ് പിടികൂടി. റിട്ടയർഡ് മജിസ്ട്രേറ്റ് മാധവന്റെ പേഴ്സും പണവുമാണ് മോഷണം പോയത്. 4 തവണയായി 40,000 രൂപ പ്രതികൾ ATMൽ നിന്നും എടുത്തിരുന്നു. ബസ് യാത്രയ്ക്കിടെ റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ ATM കാർഡ് പോക്കറ്റടിച്ച് 40,000 രൂപ തട്ടിയെടുത്ത കേസിൽ പള്ളുരുത്തി നെല്ലിക്കൽ നാസർ, താമരശ്ശേരി അമ്പായത്തോട് തെക്കിനകത്ത് ഷമീർ എന്നിവരെയാണ് SI അബ്ദുൽ നാസറും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി. റിട്ടയർഡ് മജിസ്ട്രേറ്റ് രാമനാട്ടുകര തോട്ടുങ്ങൽ ശീതളിൽ അഡ്വക്കേറ്റ് PC മാധവന്റെ 3,500 രൂപയും ATM കാർഡും ഈ മാസം 11-നാണ് പോക്കറ്റടിച്ചത്. രാമനാട്ടുകര SBT ATM കൗണ്ടറിൽ നിന്നാണ് മോഷ്ടാക്കൾ പണം പിൻവലിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ബാങ്ക് അധികൃതരുടെ സഹായത്തോടെ ATM കൗണ്ടറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പ്രതികളുടെ ചിത്രം സംഘടിപ്പിച്ചു. രാമനാട്ടുകര ബീവറേജ് മദ്യവിൽപ്പന കേന്ദ്രത്തിന് സമീപം പ്രതികളുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. SIയും സംഘവും ഉടനെ എത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. പരാതിക്കാരൻ സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു. രാമനാട്ടുകര സ്വദേശി റഷീദ് ഒപ്പമുണ്ടായിരുന്നതായും ഇയാളുടെ പക്കലാണ് ATM കാർഡുള്ളതെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അഡീഷണൽ SI K ശിവാനന്ദൻ, സിവിൽ പോലീസ് ഓഫീസർ PM രതീഷ്, ചെറുവണ്ണൂർ CIയുടെ CD പാർട്ടി അംഗങ്ങളായ മോഹൻദാസ്, രാജേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര ക്യാൻസർ നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കമാകുന്നു. പഞ്ചായത്തിൽ ഒരാൾക്കും ക്യാൻസർ വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. വോളണ്ടിയർമാർക്കുള്ള പരിശീലനം നവംബർ 28-ന് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാൻസർ നിർമ്മാർജ്ജന ബോധവൽക്കരണ പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും കിഴക്കോത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും പരിപൂർണ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം കിഴക്കോത്ത് പഞ്ചായത്തിലെ ഒരാൾക്കും ക്യാൻസർ വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ്.
ക്യാൻസറിനെ അറിയുക, അറിയിക്കുക, കണ്ടെത്തുക, കീഴ്പ്പെടുത്തുക എന്നതാണ് ഇതിന്റെ മുദ്രാവാക്യം. ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണം, സർവേ, പ്രാരംഭദശയിൽ രോഗം കണ്ടെത്തൽ, ചികിത്സ, പ്രതിരോധം, പുനരധിവാസം എന്നിവ ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നതായി കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP നഫീസ പറഞ്ഞു. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനമായ വളണ്ടർമാർക്കുള്ള പരിശീലന പരിപാടി കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ കാവിലുമാരം MBT ഹാളിൽ വെച്ച് നവംബർ 28-ന് VM ഉമ്മർ മാസ്റ്റർ MLA അധ്യക്ഷതയിൽ കേരള പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. K കുഞ്ഞായിൻകുട്ടി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K ഹരിഹരൻ, PM മനോജ്, റംല മക്കാട്ടുപോയിൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ നന്മയും മനുഷ്യത്വവും വളർത്തുന്നതിനും പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകൾ കോഴിക്കോട് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിജയികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതോടൊപ്പം വിദ്യാർത്ഥികളിൽ നന്മയും മനുഷ്യത്വവും വളർത്താനും പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം പറഞ്ഞു. പീപ്പിൾസ് ഫൗണ്ടേഷൻ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എത്ര ഉന്നതങ്ങളിലെത്തിയാലും നന്മയും മനുഷ്യത്വവും ഇല്ലെങ്കിൽ കാര്യമില്ല. ആക്രമണങ്ങളും പീഡനങ്ങളും വർദ്ധിക്കുന്നത് ഇത്തരം മൂല്യങ്ങൾ വളരാത്തതുകൊണ്ടാണ്. നന്മയും സ്നേഹവും ആർദ്രതയും ഇല്ലെങ്കിൽ സ്ഥാനമുണ്ടായിട്ടെന്ത് കാര്യം? സ്വയം അധ്വാനിച്ച് പഠനം നടത്തുന്ന സംസ്കാരം നമ്മുടെ നാട്ടിലും വളരണമെന്നും അബ്ദുൽ സലാം അഭിപ്രായപ്പെട്ടു. MA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, നിയാസ് പുളിക്കിലകത്ത്, പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ MK മുഹമ്മദ് അലി, PC ബഷീർ, CP ഹബീബ് എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റ്, മീഡിയ, സോഷ്യോളജി, നിയമം തുടങ്ങിയവയിൽ 29 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ ദിവസം സ്കോളർഷിപ്പുകൾ കൈമാറിയത്. ഡൽഹിയിൽ നടന്ന സ്കോളർഷിപ്പ് വിതരണം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T ആരിഫ് അലി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തു. ജാമിയ മില്ലിയ മുൻ VC ഡോക്ടർ മുഹമ്മദ് സാജിദ്, ഡോക്ടർ MH ഇല്യാസ് എന്നിവർ പങ്കെടുത്തു. 18 പേർക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. ഹൈദരാബാദിലും തുടർന്ന് സ്കോളർഷിപ്പ് വിതരണം ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കുടിവെള്ളവും റോഡുകളുടെയും അഴുക്കുചാലുകളുടെയും ശോചനാവസ്ഥയ്ക്ക് പരിഹാരവും തേടി വട്ടാമ്പൊയിലുകാരുടെ ജനസഭ. വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽ പരിസരത്ത് സമരപരിപാടി സംഘടിപ്പിച്ചത്. വട്ടാമ്പൊയിൽ റെയിലിന് പടിഞ്ഞാറുവശത്തെ വട്ടാമ്പൊയിൽ, തോട്ടാളിപ്പാടം, ഫ്രാൻസിസ് റോഡ്, എണ്ണപ്പാടം, ഇടിയങ്ങര, കുണ്ടുങ്ങൽ, പള്ളിക്കണ്ടി, മുഖദാർ ഭാഗങ്ങളിലുള്ളവർ ശുദ്ധജലത്തിനായി പ്രയാസപ്പെടുകയാണെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. അശാസ്ത്രീയ അഴുക്കുചാൽ, റോഡുകളുടെ ശോച്യാവസ്ഥ, പൈപ്പുകളുടെ അറ്റകുറ്റപ്പണിയില്ലായ്മ എന്നിവയാണ് പ്രശ്നം. ഇത് സംബന്ധിച്ച് ജനപ്രതിനിധികൾക്കും വകുപ്പ് അധികൃതർക്കും പലതവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നുമില്ലെന്ന് പരാതിപ്പെട്ടു. വട്ടാമ്പൊയിലിലും പരിസരത്തും താഴ്ന്ന ഭാഗങ്ങളിൽ മഴക്കാലത്ത് വീടുകളിലും സ്ഥാപനങ്ങളിലും മലിനജലം കയറുന്നത് പതിവാണ്. ഇതോടെ കിണറുകളും മറ്റു ജലസ്രോതസ്സുകളും മലിനമാവുകയാണ്. ഇതിനു പുറമെ കോഴിക്കോട് നഗരത്തിലെ മിക്ക ആശുപത്രികളിലെ അടക്കം മലിനജലം ഇവിടെയാണ് ഒഴുകിയെത്തുന്നത്. ഓടകൾ മിക്കതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. യഥാസമയം മണ്ണ് നീക്കാത്തതാണ് പ്രധാന പ്രശ്നം. ഇത് കാരണം കുടിവെള്ളത്തിനായി കോർപ്പറേഷൻ വെള്ളം മാത്രമാണ് ഇവിടത്തുകാർക്ക് ആശ്രയം. ജനസഭ റിട്ടയർഡ് സെഷൻസ് ജഡ്ജ് GPN ശാന്തകുമാരി നിയന്ത്രിച്ചു. പ്രശാന്ത് കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. VV മുഹമ്മദ് അഷ്റഫ്, കുഞ്ഞദിൻ കോയ, EV ഉസ്മാൻ കോയ, അഡ്വക്കേറ്റ് മുസ്തഫ, വിൻസെന്റ് ഇലഞ്ഞിക്കൽ, AT അബ്ദുള്ള കോയ, KM നിസാർ, CPM മജീദ്, E ബഷീർ, MB അബ്ദുള്ള കോയ, MS
സലീം പാഷ, കെ കാർത്യായിനി, പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എഴുത്തുകാർ നേരത്തെ മരിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ എം ബഷീർ. കൂടുതൽ കാലം ജീവിച്ചിരുന്നാൽ എഴുതി പ്രതിഭ നശിച്ച ചീത്തകൃതികളുടെ രചനയിലേക്ക് എഴുത്തുകാർ കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് അളകാവരിയിൽ നടന്ന TV കൊച്ചുബാവ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുതി പ്രതിഭ നശിച്ച് മോശം കൃതികളിലേക്ക് കടക്കാതിരിക്കാൻ എഴുത്തുകാരൻ നേരത്തെ മരിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ എം ബഷീർ പറഞ്ഞു. TV കൊച്ചുബാവയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തു തീർന്നാൽ മോശം കൃതികളാണ് ഉണ്ടാവുക. അതിനു മുൻപ് എഴുത്തു നിർത്തി പ്രതിഭ തീർന്നെന്ന് പ്രഖ്യാപിക്കാനാവണം. അത് പലർക്കും പറ്റില്ല. എഴുത്ത് നിർത്തേണ്ടി വന്നവർ പലരും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിന്റെ പാരുഷ്യങ്ങൾ ശക്തമായി ആവിഷ്കരിച്ച കഥാകാരനാണ് TV കൊച്ചുബാവയെന്നും സാഹിത്യരംഗത്തെ തന്റേതായ രചനാശൈലി ഉണ്ടാക്കിയെടുക്കാൻ കൊച്ചുബാവയ്ക്കായെന്നും അദ്ദേഹം പറഞ്ഞു. അളകാവരിയിൽ നടന്ന ചടങ്ങിൽ UK കുമാരൻ അധ്യക്ഷം വഹിച്ചു. PK പാറക്കടവ്, PR നാഥൻ, ഡോക്ടർ ഗദിജ മുംതാസ്, പൂനൂർ K കരുണാകരൻ, TP മമ്മു മാസ്റ്റർ, പുതുക്കുടി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഗീതജ്ഞൻ ഡോക്ടർ KPN പിള്ളയെ ആദരിച്ചു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കഥാകാരൻ UA ഖാദർ KPN പിള്ളയെ പൊന്നാടി അണിയിച്ചു. ഉപഹാരവും സമർപ്പിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ ഹരിപ്പാട് KPN പിള്ളയെ കോഴിക്കോട് മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി നോവലിസ്റ്റ് UA ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് KPN പിള്ളയെ പൊന്നാടി അണിച്ച് ഉപഹാരം നൽകി. സംഗീതത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ കോഴിക്കോടിന്റെ പാരമ്പര്യത്തിലേക്ക് കണ്ണിച്ചേർക്കപ്പെട്ട പ്രതിഭയാണ് ഹരിപ്പാട് KPN പിള്ളയെന്ന് UA ഖാദർ പറഞ്ഞു. ദക്ഷിണ ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമന്വയിപ്പിച്ച കോഴിക്കോടിന്റെ ആസ്വാദന പാരമ്പര്യം തലമുറകളിലൂടെ തുടരുന്നതിന് തെളിവാണ് നഗരത്തിന്റെ സംഗീത സദസ്സുകളെന്നും UA ഖാദർ പറഞ്ഞു. ഇന്നത്തെ തട്ടുപൊളിപ്പൻ സംഗീതം എന്ന് അവതരിക്കപ്പെടുന്ന സംഗീതത്തെ ആയാൽ പോലും മുഴുത്തികവോടുകൂടി ഹൃദയവുമായി ഏറ്റുവാങ്ങുന്ന ഒരു കലാമനസ്സാണ് കോഴിക്കോടിൻ്റേത്. ഇത് പാരമ്പര്യമായി കിട്ടിയ ഒരു സിദ്ധിയാണ്. മറ്റ് കേരളത്തിലെ ഒരു നഗരങ്ങളിലും ഇല്ലാത്ത അത്ര സംഗീതത്തെ സ്വന്തം ജീവിതവുമായി ഏറ്റുവാങ്ങുന്ന ഒരു തലമുറ ഭാഗ്യവശാൽ നമ്മുടെ കോഴിക്കോട് നഗരത്തിനുണ്ട്. മാ പ്രസിഡന്റ് K സലാം ഹരിപ്പാട് KPN പിള്ളയെ പരിചയപ്പെടുത്തി. നന്മ പ്രസിഡന്റ് വിൽസൺ സാമുവൽ അധ്യക്ഷനായിരുന്നു. DTPC സെക്രട്ടറി PG രാജീവ്, TV ബാലൻ, TK സുനിൽകുമാർ, മാ സെക്രട്ടറി മണികണ്ഠൻ തറാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മ്യൂസിക് മൂവ്മെന്റ്സിന്റെ ഗസൽ മഹഫിൽ അരങ്ങേറി. KP ആന്റണി മാസ്റ്റർ ചിത്രപ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ സമാപിച്ചു. യൂണിവേഴ്സൽ ആർട്സ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ ബാലചിത്രരചനാ മത്സരത്തിൽ സ്വർണ്ണ മെഡലുകളും വിവിധ വിഭാഗങ്ങളിൽ ആദ്യ 3 സ്ഥാനങ്ങളും നേടിയ കുട്ടികളുടെ ചിത്രങ്ങളായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ KP ആന്റണി സ്മാരക ചിത്രപ്രദർശനം നടന്നു. യൂണിവേഴ്സൽ ആർട്സ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ ബാലചിത്രരചനാ മത്സരത്തിൽ സ്വർണ്ണ മെഡലുകളും വിവിധ വിഭാഗങ്ങളിൽ ആദ്യ 3 സ്ഥാനങ്ങളും നേടിയ കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ബാല്യവും കൗമാരവും, അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വവും, കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പും, തെരുവിലെ ജീവിതങ്ങളും ചിത്രപ്രദർശനത്തിൽ ശ്രദ്ധേയമായി. ജലഛായത്തിലുള്ള 48 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം സമാപിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് മിഠായി തെരുവിലെ കോയൻകോ ബസാറിൽ കടയ്ക്ക് തീപിടിച്ചു. കോയ അസോസിയേറ്റ്സ് ടാക്സ് പ്രാക്ടീസ് ഓഫീസ് ആണ് കത്തിനശിച്ചത്. കടയിലെ കമ്പ്യൂട്ടറുകളും ഫയലുകളും കത്തിനശിച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. കാലത്ത് 9 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു. ഫയർഫോഴ്സ് പെട്ടെന്നെത്തിയതിനാൽ വൻ തീപിടുത്തം ഒഴിവായി. ആക്റ്റീവ് കോഴിക്കോടിന്റെ 5ാം വാർഷികം നവംബർ 29-ന് ടാഗോർ ഹാളിൽ നടക്കും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. സ്മരണിക മന്ത്രി MK മുനീർ പുറത്തിറക്കും. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വിവേകാനന്ദൻ നയിക്കുന്ന സംഗീത പരിപാടിയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. KSRTC പെൻഷൻ വിതരണം സർക്കാർ ഏറ്റെടുക്കുക, കുടിശ്ശിക പെൻഷനും ക്ഷാമബത്തയും അടിയന്തരമായി വിതരണം ചെയ്യുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടുക്കും ദേശീയപാതയും MC റോഡും ഉപരോധിക്കും. നവംബർ 29-നാണ് ഉപരോധ സമരം. ദേശീയപാത ഉപരോധ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷനടുത്തുള്ള ദേശീയപാത പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രവർത്തകർ ഉപരോധിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാസകീടനാശിനികൾ അമിതമായി ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങൾ കേരളത്തിൽ വിറ്റഴിക്കുന്നു എന്ന വാർത്ത ശരിയല്ലെന്ന് ഓൾ കേരള ഫ്രൂട്ട്സ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ വാർത്ത ശരിയാണെങ്കിൽ അത്തരം പഴവർഗ്ഗങ്ങൾ സംസ്ഥാനത്തേക്ക് വരുന്നത് നിർത്തലാക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു.
ആരോഗ്യവകുപ്പ് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കീടനാശിനികൾ മാരകമായി ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങൾ കേരളത്തിലെ അയക്കില്ലെന്ന് തീരുമാനിക്കുകയും ഇത്തരം പഴവർഗ്ഗങ്ങൾ കേരള വിപണിയിൽ വിപണനം നടത്തുകയുമില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ സർക്കാരിന് ഉറപ്പു നൽകിയിട്ടുള്ളതായും അവർ വ്യക്തമാക്കി. പ്രധാന കായിക ഇനമായ വുഷു സംസ്ഥാനത്തെ മുഴുവൻ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാതെ ഏതാനും ചിലരുടെ സ്വകാര്യ സംരംഭമാക്കി മാറ്റുന്നത് കായിക രംഗത്തിന് ഭൂഷണമല്ലെന്ന് ഓൾ കേരള വുഷു അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ എല്ലാ വുഷു അസോസിയേഷനുകളെയും പങ്കെടുപ്പിച്ച് നാഷണൽ ഗെയിംസിനുള്ള സെലക്ഷൻ നടത്തി വുഷു പരിശീലിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവസരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമം വേണ്ടതുപോലെ പഠിക്കാത്തതും നിയമത്തിൽ വേണ്ടതിലധികം പഴുതുകളുള്ളതുമാണ് പീഡനക്കേസുകളിലെ പ്രതികൾ രക്ഷപ്പെടാൻ കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. 1 കോടി രൂപ ചിലവിൽ ഫറൂഖ് താലൂക്ക് ആശുപത്രിക്ക് OP ബ്ലോക്ക് നിർമ്മിക്കുന്നു. MLA എളമരം കരീം ശിലാസ്ഥാപനം നിർവഹിച്ചു. നായാടി വിഭാഗത്തെ പട്ടിക വിഭാഗത്തിൽ നിന്നും പുറത്താക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് കേരള പട്ടികജാതി വർഗ ഐക്യവേദി കൃത്താർസ് മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.